ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു വില്ലയിൽ വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സറൗണ്ടിങ്സിൽ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? 90 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വീട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% ഫണ്ട് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മനോഹരമായ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയിലുള്ള 9 വില്ലകളിൽ നിന്നും വീടുകൾ സ്വന്തമാക്കാം. സോ ഈ ഒരു ലൊക്കേഷനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ എറണാകുളം ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വളരെ അടുത്തായി പുക്കാട്ടുപടി ബാവാപ്പടി എന്ന ലൊക്കേഷനിൽ നിന്നും അതുപോലെ തന്നെ വാഴക്കുളം എന്ന ലൊക്കേഷനിൽ വളരെ ഇടയ്ക്കായിട്ട് വരുന്നൊരു ലൊക്കേഷനിലാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് എൻ്റെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 9 വില്ലകൾ ഈ ഒരു മനോഹരമായ ഡിസൈനിൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാ ഒരു ഏരിയയിലും നമുക്ക് ഇതുപോലെ പാം ട്രീസും അതുപോലെ തന്നെ ഗാർഡൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. മൊത്തത്തിലൊരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഏരിയ ആണിത്. നിങ്ങൾക്കൊരു സ്വസ്ഥവും സമാധാനപരമായ ഒരു ജീവിതം ടൗണുകളുടെയും എല്ലാം തിരക്കിൽ നിന്ന് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വില്ല നിങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. നമുക്ക് ഈ ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു മനോഹരമായ ഡിസൈനിലാണ് ഇവിടെയുള്ള ഏകദേശം എല്ലാ വീടുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 1800 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. 4 ബെഡ്റൂമുകളോട് കൂടി 4 സെൻറ്റ് പ്ലോട്ടിലാണ് ഇവിടെ ഈ വില്ല നിർമ്മിച്ചിട്ടുള്ളത്. ഏറ്റവും മനോഹരമായ ഒരു വീട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ ഇതിൽ പരിചയപ്പെടുത്തുന്നത്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസോടും കൂടി വളരെ റിച്ച് ഫീലുള്ള ഒരു ലക്ഷറി വില്ലയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് സ്പേസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഗാർഡൻ സ്പേസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുണ്ട്. വില്ലയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ്, കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ കാണുന്നത്. അത്യാവശ്യം ഒരു വലിയൊരു കാർ തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സോ ഞാൻ ഈ വീടിൻ്റെ അകത്തെ പോർഷനിലേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് സ്പേസ് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ്. അത്യാവശ്യം ഈ ഒരു സൈഡിലേക്ക് ഒരു എൽ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വുഡ് കാര്യങ്ങളെല്ലാം തന്നെ മഹാഗണി, ആഞ്ഞിലി എന്നീ വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു വലിയ ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഒരു ഡബിൾ ഹൈറ്റഡ് ലിവിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയ സ്പേസിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഈ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവിടെ എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും എല്ലാം നൽകിക്കൊണ്ടാണ്, അതായത് ഫാനും കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നൽകിക്കൊണ്ടാണ് ഇവിടെ ഒരു എല്ലാ ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയ സ്പേസ് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആണ്. ഒരു കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഒരു റിച്ച് ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഒരു ഡൈനിങ് ഏരിയ സ്പേസിനെയും ലിവിങ് ഏരിയ സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു ഫ്രെയിം വർക്കുകളെല്ലാം നൽകിക്കൊണ്ട് ഒരു ഏരിയ ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അടുത്ത ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് നമുക്ക് പറയുമ്പോൾ അത്യാവശ്യം ഒരു സ്പേസ് ഒത്തിരി കളയാതെ ഉള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ് ഈ ഒരു വീടിനെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അടുത്തത് നമുക്ക് വാഷ് ഏരിയ യൂണിറ്റ് കാണാം. വാഷ് ഏരിയ യൂണിറ്റ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. വാഷ് ഏരിയ യൂണിറ്റിൻ്റെ ഫിനിഷിംഗ് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ചെറിയൊരു പോർഷൻ കൂടി വെക്കാനുണ്ട്. ആ ഒരു ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ സ്പേസ് ആണ് കാണുന്നത്. കിച്ചൺ ഏരിയ സ്പേസിൻ്റെ ഒരു ഡോറാണ്, ഗ്ലാസിൻ്റെ ഡോറ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഒരു കിച്ചൺ ഏരിയയാണ് വീടിനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യത്തോട് കൂടിയുള്ള ഒരു കിച്ചണാണ്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ളൊരു കിച്ചൺ ഏരിയ സ്പേസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കിച്ചണോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു അടുപ്പും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ബെഡ്റൂം ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഈ ഒരു സൈഡിലാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നമ്മുടെ ലിവിങ് ഏരിയ സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ ജനലും കാര്യങ്ങളും എല്ലാം വളരെ വലിയ ജനലുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. വാഡ്രോബ് വരുന്നത് ഈ ഒരു സൈഡിലാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു വലിയ ഒരു വാഡ്രോബ് തന്നെയാണ് ഈ ഒരു സൈഡിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു റൂമിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വില്ലയുടെ എൻ്റെ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലാണെങ്കിൽ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ പാനൽ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഒരു സീലിംഗ് വർക്കുകളും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂമാണ് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അറ്റാച്ച്ഡ്
അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ആക്സസറീസും ഉൾപ്പെടെയുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഈ ഒരു സൈഡ് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ കണ്ട ആ ഒരു ബെഡ്റൂമിനേക്കാളും ആ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിശാലമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കടന്നു വന്നിട്ടുള്ളത്. TV യൂണിറ്റ് സെറ്റും അതുപോലെ സീലിംഗ് വർക്കുകളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. താഴെ കണ്ട പോലെ തന്നെ എല്ലാ ഏരിയയിലും ഫാനും ലൈറ്റ്സും അതുപോലെ പാനൽ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് നല്ലൊരു മനോഹരമായ ഒരു ആംബിയൻസ് ഒരു ഏരിയയിലെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി, അതുപോലെ മുകളിലെ ഫ്ലോറിലെ 2 ബെഡ്റൂം, യൂട്ടിലിറ്റി ഏരിയ എന്നിവയെല്ലാം പരിചയപ്പെടാനുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഏരിയ സ്പേസ് ഈ ഒരു ഇവിടെയാണ് വരുന്നത്. താഴെ നമ്മൾ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസാണ് ഈ വീടിനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അടുത്തതായി ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ബെഡ്റൂം അത് ഏകദേശം നമ്മൾ മുമ്പ് കണ്ട 2 ബെഡ്റൂമുകളുടെ അതേ ഡിസൈൻ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഒരു ഹൈറ്റഡ് ഏരിയയിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ആ വീടിൻ്റെ ആ ഒരു വലിയൊരു ഹൈറ്റ് ഈ ഒരു ഏരിയയിലാണ് അത്യാവശ്യം നല്ലപോലെ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് നമുക്കിവിടെ മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാർഡ്രോബുകളാണ്. അത്യാവശ്യം മനോഹരമായ ഒരു മിനിമൽ ഡിസൈനിലാണ് ഇത് നൽകിയിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കാണ് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ നമുക്കിവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഏരിയ എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ഏരിയ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അടുത്തതായി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം വലിയൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ്, കവേർഡ് സ്പേസാണ്. നമുക്ക് വാഷിങ്ങിനും ഉള്ള കാര്യങ്ങൾക്കും എല്ലാം തുണി ഉണക്കാനും എല്ലാം കഴിയുന്ന ഒരു ഏരിയ ആണ്. ഇതിൻ്റെ സൈഡിലെല്ലാം സ്റ്റീൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയ ഒരു സ്പേസാണ് യൂട്ടിലിറ്റി ഏരിയ സ്പേസ്. ആ സ്പേസ് ഇവർ നല്ലൊരു സ്പേസ് നൽകിക്കൊണ്ട് സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ബാൽക്കണി ഏരിയ സ്പേസാണ്. നമുക്ക് ഇവിടെ ഒരു മുകളിലെ സ്റ്റെപ്പ് താഴേക്കും ഉള്ള ഒരു സ്റ്റെപ്പ് നൽകിക്കൊണ്ട് ആ ഒരു ഏരിയ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വില്ലയുടെ ഒരു ഫ്രണ്ടിലുള്ള ഒരു വില്ല എല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 1800 സ്ക്വയർ ഫീറ്റിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഒരു മനോഹരമായ ലക്ഷറി വില്ല 4 ബെഡ്റൂമിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 4 സെൻറ്റ് പ്ലോട്ടാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആലുവയിൽ നിന്നും പുക്കാട്ടുപടിയിൽ നിന്നും വളരെ നിയർ ബൈ അടുത്തുള്ള ലൊക്കേഷനാണ്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റൽ, ഇൻഫോ പാർക്ക് എന്നീ പ്രീമിയം ലൊക്കേഷൻ എല്ലാം വളരെ അടുത്തുള്ള സ്കൂൾസും കാര്യങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു മനോഹരമായ ഒരു സ്പേസിലാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം 9 വില്ലകൾ ഇതുപോലെ ഇവിടെ പരിചയപ്പെടാൻ കഴിയുന്നതാണ്. ഏകദേശം 90 ലക്ഷം രൂപയാണ് ഈ ഒരു വില്ലയ്ക്കായി ഇവർ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ വീടിൻ്റെ വിവരങ്ങൾ അറിയാവുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് മഞ്ജുലാൻഡ് ഹോംസ് എത്തിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, മറക്കണ്ട. താങ്ക് യു.